പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വൈകിട്ട് ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം വേറൊന്നുമല്ല, ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടുവരുന്നതാണ്. ഇടയനാലച്ഛൻ ഇന്ന് ഇതിൽ വന്നിരുന്നു. അതുകൊണ്ടാണ്, അതായത് പുള്ളി പറഞ്ഞു, ഓർത്ത് സഭയിലെ വിശ്വാസം പഠിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ വിശ്വാസികൾ പഠിക്കാനും ഇഷ്ടപ്പെടുന്നില്ല. അത് സാരമില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, ആദ്യാചാര്യത്വം കൈക്കോണ്ടഹ്റോൻ മൂശയോടോ നീച്ച് സ്കാറിയായിക്കതു നൽകി മൂശ സ്കറിയായോഹന്നാനീകി യോഹന്നാൻ കർത്താവിനും കർത്താരൻ സ്ത്രീയന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾ ബലഹോളം. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ പുരോഹിതൻ, അതായത് അദ്ദേഹത്തിന് പേര് ഓർക്കുന്നില്ല, അദ്ദേഹം പറഞ്ഞത് ഈ പാട്ടുപാടിയിൽ സക്കറിയ യോഹന്നാന് പൗരോഹിത്യം തെറ്റു കൊടുത്തു, അവിടുന്ന് ഇങ്ങോട്ട് പിന്തുണയ്ക്ക് കൊടുത്തു എന്നുള്ളതാണ്. എവിടാണ് യോഹന്നാൻ സ്നാപകൻ എവിടെ ആർക്ക് പൗരോഹിത്യം വാഗ്ദാനം ചെയ്തു, അല്ലെ ആർക്ക് മാറിക്കൊടുത്തു? യോഹന്നാൻ സ്നാപകൻ സത്യം പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ കഴുത്തറുത്തു. അത് ചർച്ച പറഞ്ഞില്ല. യോഹന്നാൻ സ്നാപകൻ അത് സക്കറിയ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്നത്തെ പുരോഹിതന്മാർ മനസ്സിലാക്കണം, സക്കറിയ പുരോഹിതൻ അന്നത്തെ പുതിയ നിയമത്തിലാണ്. നിങ്ങൾ ഇന്ന് പുതിയ ജീവിതത്തിലാണ് ജീവിക്കുന്നത്. അന്നത്തെ കാലത്ത് തൻ്റെ ക്രമമനുസരിച്ച് ധൂപം കാട്ടുവാനുള്ള സമയം അടുത്തപ്പോൾ അവിടെ ചെന്നു. ധൂപം കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, നിനക്കൊരു പുത്രൻ ജനിക്കും. സക്കറിയ പുരോഹിതന് വിശ്വസിക്കാൻ സാധിച്ചില്ല. ആ അവിശ്വാസം കൊണ്ട് സക്കറിയ പുരോഹിതൻ്റെ നാവ് കെട്ടപ്പെട്ടു. നിങ്ങൾക്കിതൊക്കെ കഥ അറിയാവുന്ന, പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പുരോഹിതന്മാരുടെ താങ്ങി നടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവും ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. വേണ്ട. സക്കറിയ പുരോഹിതൻ ഇന്നത്തെ പുരോഹിതനാണെങ്കിൽ സക്കറിയ പുരോഹിതന് കേട്ടപ്പോൾ ഉടനെ തന്നെ ധൂപകലശമൊക്കെ താഴെ വെച്ചിട്ട് ഉടനെ വീട്ടിൽ പാലെടുത്ത് പോയി തൻ്റെ സദ്വദ്വാർത്ഥം അറിയിച്ചതും ഈ ഗബ്രിയേൽ മാലാഖ എന്നെ ഇങ്ങനെ അറിയിച്ചത് ഇല്ല. അതിലല്ല പോയത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴേ എനിക്ക് ഇനിയും ഈ പുരോഹിതനോട് പറയാനുള്ളത്, ആരായ പുരോഹിതൻ, ആ മനുഷ്യൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത്, ആദ്യാചാര്യത്തെ കൈണ്ടോ ലഹറോൻ മോശയോടോ നീച്ച് സ്കറിയായോഹന്നാനീകി യോഹന്നാൻ കർത്താവിനും കർത്താരൻ സ്നേഹന്മാർക്കും നാനാ സൃഷ്ടി വിഭാഗങ്ങൾ സ്ത്രീയന്മാർ വനോളം
ഞാൻ പറഞ്ഞത് സക്കറിയ പുരോഹിതൻ യോഹന്നാമകന് ഏത് വാഗ്ദത്തം കൊടുത്തു, എന്ത് പൗരോഹിത്യം നൽകി. യോഹന്നാൻ സ്നാപകൻ അതായത് അവരെ ഈ പാട്ടെഴുതിയതാരാ? കള്ള ഓർത്തഡോക്സ് സഭയിലെ പഴയ ആൾക്കാർ. ഞാൻ പറഞ്ഞല്ലോ, 6 ഓർത്തഡോക്സ് സഭയിലെ ഇന്നും കുർബാന സമയത്തും ചൊല്ലുന്ന പല കാര്യങ്ങളും ഓർത്തഡോക്സ് സഭയിലെ പഴയ ആൾക്കാർ, പഴയ ഭക്തന്മാർ പറഞ്ഞ കാര്യം അവരെ ഓർക്കുക, അല്ലാതെ ദൈവത്തെ ഓർക്കുകയല്ല. അതൊന്നും ഞാനൊന്നും പറയില്ല. ഇടയനാൾ അച്ഛ, സൗകര്യമുണ്ടെങ്കിൽ താങ്കൾ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഇടയനാൾ അച്ഛല്ല, ഫാദർ തോമസ് അമയിലല്ല, എന്തിന് കാതോലിക്കായിട്ട് നിങ്ങൾ പരമല ദേവാലയത്തിൽ ആരുടെ മുന്നിലാണ്? പരിശുദ്ധ പരമല തിരുമേനിയുടെ മുന്നിൽ കസേരൽ പൊക്കിയിട്ട് ആട്ടി ഭാവമായിട്ട് വായിച്ച അവനാണെങ്കിലും എന്നോട് സംസാരിക്കട്ടെ. വേണ്ട, നിങ്ങളാരും പറയത്തില്ല. എഴുതാലച്ചാ നിന്നോട് ഞാൻ ചോദിക്കുക, ഈ എഴുതിയതാരാ? ബൈബിളുള്ള കാര്യമാണോ? നിൻ്റെ പഴയ ഞാൻ എഴുതിയ കാര്യങ്ങൾ നീ അടുത്ത കാലത്ത് നീ വായിക്കും. നിന്നോട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയനാളത്തിന് കഴിവുണ്ടോ ഇങ്ങനത്തെ വാക്ക്, ഇങ്ങനത്തെ പാട്ടെഴുതാൻ? ഈ പാട്ട് ഇന്നുകൊണ്ട് എഴുതി. ആരെഴുതിയത് നിനക്ക് പറയാമോ? പഴയ കാലത്ത് നിൻ്റെ പിതാക്കന്മാർ. ഇന്ന് കുർബാന ചൊല്ലുന്ന എല്ലാം ഏതെങ്കിലും ബൈബിളിലെ കാര്യമാണോ? നിങ്ങൾ ഇന്ന് വിശ്വാസികളുടെ, അതായത് ഓരോ പുരോഹിതന്മാർ വരുമ്പോൾ അവരോട് ഇഷ്ടത്തിനനുസരിച്ച് വിശ്വാസികളുടെ വിവാഹ വാർഷികം മദ്ബഹ എന്തുവാണെന്ന് പട്ടികളെ നിനക്കറിയാമോ? മദ്ബഹ ആരുടെ വാസ്തവമാണ്? ഈ ഭൂമിയിൽ നിനക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് സ്വർഗത്തിൽ, അതായത് മദ്ബഹ. ഈ ദേവാലയം പണിച്ചതാരാ? ശലോമോൻ പണിക്കുന്നതിന് മുമ്പ് ദാവീദ് ആഗ്രഹിച്ചു പണിക്കണമെന്ന്. പക്ഷെങ്കിൽ ആ ദൂതൻ പറഞ്ഞു ഇല്ല. ഈ ദൈവം പറഞ്ഞു അവൻ്റെ കയ്യിൽ രക്തക്കറയുണ്ട്, അതുകൊണ്ട് അവൻ വേണ്ട. അവൻ്റെ മകൻ എനിക്ക് വേണ്ടി ദേവാലയം പണിയും. ഇന്ന് നിൻ്റെ കയ്യിലല്ല, ഹൃദയത്തിൽ എന്തോ ഉള്ളത് നിനക്കൊക്കെ തുറന്നു പറയാമോ? ഏത് ഓർത്തഡോക്സ് സഭയിലെ ഏത് ഭക്താന്റെ പുരോഹിതൻ പറയാമോ? നിങ്ങളുടെ ഹൃദയം ശുദ്ധമാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. നിങ്ങൾ ദൈവം പറഞ്ഞു, ഞാൻ വിശന്നിരുന്നപ്പോൾ എനിക്ക് നിങ്ങൾ വിശന്നിരുന്നപ്പോൾ നിങ്ങൾക്ക് ആഹാരം തന്നില്ല, ദാഹിച്ചിരുന്നപ്പോൾ വളർന്നു. അപ്പോൾ ശിശു പറഞ്ഞു, നീ എപ്പോഴും വിശന്നു? എൻ്റെ ആരെങ്കിലും ദാഹിച്ചിരുമ്പോൾ അവർക്ക് വെള്ളം കൊടുത്താൽ അതെനിക്ക് കൊടുക്കുന്നതാകുന്നു. ഇന്ന് ഞാൻ പറഞ്ഞുതരാം പല കാര്യങ്ങളും, ചരിത്രങ്ങൾ ഞാൻ ഓരോന്നും നിരത്തി തരാം. പൊത്തയ്യാവ് ഇടവകയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ പോലും ഞാൻ ഇനിയും പറഞ്ഞുതരാം. ഇപ്പോൾ മരിച്ച ഒരു മനുഷ്യൻ്റെ കാര്യം പോലും ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഇന്ന് മനുഷ്യൻ കട്ടും മോട്ടിച്ചും ഉണ്ടാക്കിയേച്ച് പേര് കേൾക്കാതെ ഏത് ദേവാലയത്തിൽ വിളിച്ചു പറയും, ഇന്ന ആളെ 1,000 രൂപ ദേവാലയത്തിൽ തന്നു. അത് എന്തോ ചെയ്യുന്നത്? ഇവൻ ചെയ്യുന്നത്
ദൈവത്തെ കൂടെ കൂട്ടുപ്രതിയാക്കുക. അതിൽ കൂട്ടു നിൽക്കുന്ന നമ്മുടെ പുരോഹിതൻ. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ആരാന്നുള്ളത്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത്, മക്കളെ, ഇന്നത്തെ കാലം മനുഷ്യനെ നശിപ്പിക്കാൻ മാത്രം ചിന്തിച്ച് നോക്കി നടക്കുന്ന ഒരു കാലമാണ്. പുരോഹിത വർഗം എന്ന് പറഞ്ഞാൽ ഡെസ്പറേറ്റാണ്. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞു. കാരണം അവരുടെ ഭാവി ത്രാസിലാണ്. അവരിപ്പം വിശ്വാസികൾ കൂടെ നിന്നില്ല എങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ്. ഈയിടെ അടുത്ത സമയത്തൊരു ബസ്റ്റാൻ പറഞ്ഞു, ഡ്യൂട്ടി എന്നല്ല, ഈ കുർബാന ശുശ്രൂഷകളിൽ നിന്നെല്ലാം വിട്ടുപോകുന്ന പുരോഹിതന്മാരെയും അവരുടെ മസ്ക്യാമ്മമാരെയും സംരക്ഷിക്കേണ്ട കടമ വിശ്വാസികളിലാണ്. അതിനുപരിയായിട്ടാണ് ഇപ്പം 2 ദിവസമായിട്ട് പരമന സെമിനാരിയിൽ ബസ്ക്യാമ്മമാരുടെ കൂട്ടായ്മ. എന്താ ഇവളുമാരുടെ കൂട്ടായ്മ കൊണ്ട് കാര്യം? അവളുമാർക്ക് എന്താ വല്ല വലിപ്പമുണ്ടോ? അവരാരാ? ഒരു പുരോഹിതൻ്റെ ഭാര്യയേ ഉള്ളൂ. ഇവർ ഇന്ന് അത് പറയുന്നത്, ഇന്ന് ദൈവം പറഞ്ഞു സ്വാർത്ഥരാണ്, എൻ്റെ ഇടയന്മാർ സ്വാർത്ഥരാണ്, അവർ എൻ്റെ ആടുകളെ മേയ്ക്കുന്നില്ല, അവർ അതിനെ ഒടിഞ്ഞതിനെ വെച്ച് കെട്ടുന്നില്ല, തെറ്റിപ്പോതിനെ തിരിച്ചു കൊണ്ടുവരുന്നില്ല. ഇവന്മാർ കാണുന്ന ഇന്ന് ബസ്ക്യാമ്മമാരുടെ കൂട്ടായ്മ എന്തവാ? ഇവർ വിശ്വാസികൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണോ? ബസ്ക്യാമ്മമാർ ആരാ? ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു പുരോഹിതൻ പറയട്ടെ തൻ്റെ ബസ്ക്യാമ്മ പരിശുദ്ധ, അല്ലെങ്കിൽ അവർ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണെന്ന്. സെറാഫീം പറയട്ടെ സഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അവൻ നടന്ന് YMCAയുടെ ഉദ്ഘാടനം ചെയ്യാൻ നടക്കുന്നു. YMCAയുടെ പ്രസിഡൻ്റായിട്ട് പല പുരോഹിതന്മാരുമുണ്ട്. നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയിട്ട് വിശ്വാസികൾ ഉണ്ടാക്കുന്നു. അതാണ് ഇന്ന് ഈ പുരോഹിതൻ, അതായത് ആ പുരോഹിതൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ആ പുരോഹിതൻ പറഞ്ഞത്, ആദ്യാചാര്യത്തം കൈകോ നഹറോൻ മൂസയോടോ നേജോ യോഹന്നാൻ കർത്താവിനും നാനാ സൃഷ്ടി വിഭാഗങ്ങൾ ശ്രീഹന്മാരോളം. സ്ത്രീയന്മാർ ആർക്ക് കൊടുത്തു? നാനാ സൃഷ്ടി വിഭാഗങ്ങൾ കൊടുത്തെങ്കിൽ സ്ത്രീയന്മാർ ആർക്ക് കൊടുത്തു? സെറാഫീം പറയുന്നത് കുംഭസാരം സ്ത്രീയന്മാരിൽ കൈമാറിക്കിട്ടത് ഏത് തലത്തിലാണ്? ഇന്നലെ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞു, ഒരു പുരോഹിതൻ എൻ്റെ മുന്നേ വന്നു. ആ കാര്യം പറഞ്ഞില്ല. ഞാൻ ആ പുരോഹിതന് പറഞ്ഞു, താങ്കൾ തൻ്റെ ജോലി ചെയ്യുന്നു, കാശും അതിനപ്പുറത്തും മേടിക്കുന്നു, സുഖമായി ജീവിക്കുന്നു, ഞാനും എൻ്റെ ജോലി ചെയ്യുന്നു. താങ്കൾ ഈ പുരോഹിതന് വില പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് മേടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇത്രയും ഇപ്പം ഞാൻ പറയുന്നുള്ളൂ.